ഹലോ കൂട്ടുകാരെ, ടു പോർട്ടലിൻ്റെ കളക്റ്റീവ് എനർജി അപ്ഡേറ്റ് ആണ്. ന്യൂ മൂണിൻ്റെ എനർജി ചാനലിംഗ് ചെയ്തിരുന്ന സമയത്ത് തന്നെ വന്നിരുന്ന ഒരു ഡൗൺലോഡാണ് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക്, അതായത് ഓൾമോസ്റ്റ് ഫെബ്രുവരി 11th വരെ ഈ ഒരു എനർജി, ഇൻറ്റൻസ് എനർജി കണ്ടിന്യൂ ആകുമെന്നുള്ളത്. എഗെയിൻ ഈ ഒരു 31st ജാനുവരി തൊട്ട് ഇൻറ്റൻസ് എനർജീസ് ആണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അസെൻഷൻ ജേർണിയിലെ ഒരു ഹ്യൂജ് ഷിഫ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അവേക്കനിങ് സ്റ്റേജസിൽ, അത് കളക്റ്റീവായിട്ട് ഓരോ സ്റ്റേജിലായിരിക്കാം, ഓരോ വേവിലായിരിക്കാം ട്വിൻ ഫ്ലെയിംസ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ഏത് ഒരു സ്റ്റേജിലാണെങ്കിൽ അവിടുന്ന് ഒരു ഡീപ്പായിട്ടുള്ള ഡിവൈൻ പുഷ്, ഒരു കോസ്മിക് എനർജീസിൻ്റെ പുഷ്, അതുകൊണ്ട് നമുക്ക് ഹെവി ആയിട്ട് ഹാർട്ട് ചക്രയിൽ പെയിൻ വരുന്നുണ്ടാവാം, പേർജിങ് നടക്കുന്നുണ്ടാവാം, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലായിരിക്കാം, ഒരു ഇന്നർ വർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ആ ഒരു എനർജി നമുക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. നമുക്കെന്ന് പറഞ്ഞാൽ ഫെമിനൈൻ എനർജീസിന്. അതല്ലാതെ റൈറ്റ് സൈഡിൽ നല്ല പെയിന്, പെർട്ടിക്കുലർലി കാലിൽ വേദന, തുടകളിൽ വേദന, നന്നായിട്ട് ഉറക്കം വരുന്ന ഒരു പ്രതീതി. പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫെമിനൈൻ എനർജീസിന് ഒന്നിനും സമയം തികയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായിരിക്കാം. പല കാര്യങ്ങളും പെൻഡിങ്ങിൽ വെച്ചിട്ട് ഒരു ലേസിനെസ്സിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു ഗിൽട്ടിലൊക്കെയും വരുന്നുണ്ടായിരിക്കാം ഫെമിനൈൻ എനർജി. പിന്നെ കളക്റ്റീവായിട്ട് ഒരു സ്റ്റേജ് ഓഫ് ഫെമിനൈൻ എനർജീസ്, അതായത് നന്നായിട്ട് ഹീലായി കഴിഞ്ഞ്, അല്ലെങ്കിൽ ഹീലിങ്ങിൽ ഒരു 80% വന്നു കഴിഞ്ഞിട്ടുള്ള ഫെമിനൈൻ എനർജീനെ ഫ്ലിപ്പ് ചെയ്യുകയാണ് ഈ ഒരു സമയം. ഇനി അടുത്ത ഒരാഴ്ച 10 ദിവസം അവരൊരു മസ്കുലൈൻ എനർജിയിൽ നിന്നായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി ഈ ഒരു എനർജി ഷിഫ്റ്റിംഗ് അവരിൽ നടന്നു കഴിഞ്ഞു. കാരണം അവർ വളരെയധികം ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, ഫോക്കസ്ഡ് ആയിരിക്കാം. പിന്നെ വന്നിട്ട് ഫുഡ് ഐറ്റംസിൽ നല്ലൊരു ചേഞ്ചസ്, ഈവൻ നോൺ വെജ് പോലും ഒരു ക്രേവിങ്ങിൽ കഴിക്കുന്ന ഒരു ടെൻഡൻസിയിലേക്കൊക്കെ വരാം. ഇവരുടെ കൗണ്ടർ പാർട്സ് വന്നിട്ട് മസ്കുലൈൻ എനർജീസ് കളക്റ്റീവിൽ ഫെമിനൈൻ എനർജിയിലേക്ക് ഫ്ലിപ്പായി കഴിഞ്ഞു. കാരണം ഇതൊരു ഡിവൈൻ്റെ ഒരു ഇൻ്റർവെൻഷനാണ് ശരിക്കും പറഞ്ഞാൽ. അതിന് കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഉള്ളിലെ ഇമോഷൻസിനെ അവർക്ക് ഫീൽ ആവാനായിട്ടുള്ള ഒരു സമയമാണിവിടെ. അതേസമയം ഈ ഫെമിനൈൻ എനർജീസിന് അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സമയം. അതുകൊണ്ടാണ് ഈ ഒരു എനർജിയുടെ ഫ്ലിപ്പ് ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജിയിൽ നടന്നിരിക്കുന്നത്. ഇതല്ലാതെ കളക്റ്റീവ്ലി മസ്കുലൈൻ എനർജീസിൻ്റെ ഒരു സ്പിരിച്വൽ അസെൻഷൻ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ്. എത്ര തന്നെ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ ഡിനൈ ചെയ്യുന്ന ഒരു മസ്കുലൈൻ എനർജി ആണെങ്കിൽ പോലും അവർക്ക് യൂണിവേഴ്സായിട്ട് അവരെ ഗൈഡ് ചെയ്ത് അവരുടെ പർപ്പസ് ഒക്കെയും അവർക്ക് റിവീൽ ചെയ്യപ്പെടുന്നു. ആക്ച്വലി എന്തുകൊണ്ടാണ് അവർക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അധികം ശ്രദ്ധിക്കാൻ, എത്ര ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നാലും ശ്രദ്ധിച്ചാലും അവിടുന്ന് ഒരു സക്സസ് വരാത്തത്, മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളിൽ അത്ര സക്സസ്ഫുൾ ആവാത്തത് എന്താണ്, പല ബ്ലോഗ്സിൻ്റെയും കോർ റീസൺ എന്തൊക്കെയും പറഞ്ഞ് കൊടുക്കുന്നത് പോലെ, അതേപോലെ അവർക്ക് പലതരത്തിലുള്ള മെസ്സേജസ്, യൂണിവേഴ്സൽ മെസ്സേജസ് ആയിരിക്കാം ഡ്രീംസിലൂടെയൊക്കെയും റിവീൽ ചെയ്യപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പിരിച്വൽ അസെൻഷനെ കുറിച്ച്, ഈ ഒരു സ്പിരിച്വൽ ജേർണിയെക്കുറിച്ച്, അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല എന്നുള്ള ഒരു പോയിന്റിലേക്ക് ഡിവൈനായിട്ട് ഈ ഒരു മസ്കുലൈൻ എനർജീസിനെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഹെവിനെസ് ഒക്കെ അവരുടെ ഫെമിനൈൻ എനർജീസും ഫീൽ ആവുന്നുണ്ട്. പിന്നെ വന്നിട്ട് രണ്ട് സൈഡിലും, ഫെമിനൈൻ എനർജിയുടെ സൈഡിലും മസ്കുലൈൻ എനർജിയുടെ സൈഡിലും ഡീപ്പ് മിസ്സിങ് ആണ്. അതായത് മേ ബി നന്നായിട്ട് ബാലൻസ് ആയിരിക്കുന്ന ഫെമിനൈൻ എനർജീന് ഒരു ചേസിങ് എനർജിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇംബാലൻസ് ആയതുകൊണ്ടല്ല, നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജിയും കൂടെ നമ്മൾ പിക്ക് ചെയ്യുന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു സെയിം അലൈൻമെൻറ്റ് ഓഫ് മിസ്സിങ് വരുമ്പോഴത്തേക്ക് രണ്ടു പേർക്കും അത് ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്സിങ് എനർജിയിലേക്ക്, അത് യൂണിവേഴ്സൽ എനർജിയിലേക്ക് സെൻഡ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ഒരു റിയാക്ഷനാണ് ഈ ഒരു ചേസിങ് എനർജി എന്ന് മനസ്സിലാക്കുക. ഇവരുടെ മസ്കുലൈൻ എനർജീസ് കളക്റ്റീവായിട്ട് അവർ ആ ബബിൾ ഫേസിനെ മിസ് ചെയ്യുന്നു.
ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ഒരു പാസ്റ്റിനെ അവർ പിന്നെയും പിന്നെയും ഓർത്ത് പിന്നെയും അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റാതെ അതിലൂടെ അവർ ഒന്ന് റീലിവ് ചെയ്യുകയാണ്. അതായത് ആ ഒരു കാര്യങ്ങളിലൂടെ ആ പാസ്റ്റിലൂടെ അവർ ഒന്നുകൂടെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇൻറ്റൻസ് ആയിട്ട് ആ ഒരു മിസ്സിങ് എനർജിയും നിങ്ങൾക്ക് പിക്ക് ആവുന്നുണ്ടായിരിക്കാം. ആ പാസ്റ്റിലെ പല കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ വരെ ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞ പല ഇഷ്യൂസും സർഫേസിൽ വരുന്നുണ്ടായിരിക്കാം. അത് നമ്മളുടെ ഉള്ളിൽ തന്നെ ലൈറ്റ് കോഡ്സ് ആക്ടിവേറ്റ് ആവുന്നത് കൊണ്ട് ബാലൻസ് ആയിട്ടുള്ള ഏതെങ്കിലും അൺഹീൽഡ് ആയിട്ടുള്ള നമ്മളുടെ വേർഷൻസ് ഒക്കെയും സർഫേസിൽ വരുന്നതാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയും ഇഷ്യൂസ് സർഫേസിൽ വരുമ്പോൾ അതിനെ ഫീൽ ആവുക, റിലീസ് ചെയ്യുക, അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എനർജീസ് വളരെ വളരെ ഹെവിയാണ്. ഈ ഒരു 1.5 വർഷത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്, അതായത് അസെൻഷൻ്റെ അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഗോ ത്രൂ ആവുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും അതേപോലെ തന്നെ എനർജറ്റിക് ലെവലിൽ പല പ്രശ്നങ്ങളും നമ്മൾക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ ഇത് ടെമ്പററി ആണെന്ന് മനസ്സിലാക്കി അവിടെ ടൈം ആൻഡ് സ്പേസ് കൊടുത്തിട്ട് അതിനെ ആ വരുന്ന ഇമോഷൻസിനെയൊക്കെ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് അതായത് ഏകദേശം ഫെബ്രുവരി 11, 12 വരെ കാണും അപ്പ് ആൻഡ് ഡൗണിൽ. അത് കഴിയുമ്പം പിന്നെയും എല്ലാ തരത്തിലും ഒരു ന്യൂ ബിഗിനിങ് ആണ് ഫെമിനൈൻ എനർജീസിനും മസ്കുലൈൻ എനർജീസിനും. അത് അവരുടെ യൂണിയൻ എന്നുള്ള രീതിയിലായിരിക്കാം. അസെൻഷൻ്റെ പല ലെവൽസിൽ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് റിവീൽ ചെയ്യപ്പെടുന്നതായിരിക്കാം. സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ട് പുതിയ കോഴ്സുകൾ പഠിക്കുന്നതായിരിക്കാം. ഫിനാൻഷ്യലി ഒരു അബണ്ടൻസ് വരുന്ന ഒരു കാര്യമായിരിക്കാം. കാർമിക് ക്ലിയറൻസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു അബണ്ടൻസിലേക്ക് ടാപ്പിൻ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ക്ലെൻസിങ് പോലത്തെ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിന് സറണ്ടർ ചെയ്യുക. ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ വളരെ ടെമ്പററി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗ്രൗണ്ടിങ് കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ആ വരുന്ന ഫീലിങ്സിനൊരു വാലിഡേഷൻ കൊടുത്ത്, അതായത് നമ്മളുടെ ഫീലിങ്സിലൂടെ നമ്മൾ ഹീലാകുക എന്നുള്ളതാണ് ഈ ജേർണിയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഫീലിങ്സിന് വാലിഡേഷൻ കൊടുത്തുകൊണ്ട് അതിനെ പതിയെ പതിയെ റിലീസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുക. ഈ ഒരു സമയം കുറച്ച് ഫെമിനൈൻ എനർജീസിന് ഒരു നെഗറ്റീവ് അറ്റാക്കും ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് അറ്റാക്സ് ഫീൽ ആവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ ഒരു ഹയർ എനർജിയിലേക്ക് പോകുമ്പോൾ ഒബ്വിയസ്ലി നമ്മളൊരു ലോവർ എനർജീസിനെയും അട്രാക്റ്റ് ചെയ്യും. അത് ഈ ജേർണിയിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ ജേർണിയാണ്. അപ്പോൾ അതിനെ ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള നെഗറ്റിവിറ്റിയെ ക്ലെൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്കൊരു പ്രിവെൻഷൻ എടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലായ്പ്പോഴും ഓറ ലോക്ക് ചെയ്ത് വെക്കുക. നമ്മളുടെയും നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെയും ഓറ ഏർലി മോർണിംഗ് ആൻഡ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ 2 സമയവും ലോക്ക് ചെയ്യാനായിട്ട് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുക. ഓവർ തിങ്കിങ് വരികയാണ്, നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ വരികയാണെങ്കിലും ആ ഒരു തിങ്കിങ് പാറ്റേണിനെ ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് പോസിറ്റീവ് അഫർമേഷൻസിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ തന്നെ ഏതെങ്കിലും ശ്ലോക സ്റ്റാൻഡ് ചെയ്യുന്നവർ അതിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥനകൾക്കൊക്കെയും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ നെഗറ്റിവിറ്റിയൊക്കെയും നമ്മൾക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുമാണ് എനർജി അപ്ഡേറ്റ്. ഈ ഒരു എനർജി അപ്ഡേറ്റ് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ഓം നമഃ ശിവായ.